ഹിജ്റ 11ാമത്തെ വർഷത്തിൽ ഒരു യൂത്ത് അഥവാ ഒരു ചെറുപ്പക്കാരടങ്ങുന്ന സംഘം അവരിതാ ഹജ്ജിന് വരികയാണ്. ഒരുപാട് ആളുകളില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതെല്ലാം 20 വയസ്സ്, 22 വയസ്സ്, 23 വയസ്സുള്ള യൂത്തന്മാരായ കുറച്ചാളുകൾ, കുറച്ച് ചെറുപ്പക്കാര്. അവര് ഹജ്ജിന് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയുടെ ഭാഗത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോ ആ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരെ കണ്ടപ്പോ അവിടെ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മിമ്മൻ അൻതും, നിങ്ങൾ എവിടെ നിന്ന് വന്ന ആരാ, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നവരാണ്? അവർ പറഞ്ഞു, നഫറും മിനൽ ഖസ്റജി, ഞങ്ങൾ ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്റജ് നിന്ന് കേട്ടപ്പോൾ തന്നെ അവരോട് ചോദിക്കുകയാണ്, അമിൻ മബാലി യഹൂദ്, ആ ജൂതന്മാരുടെ മൗലകളായി കഴിയുന്ന ആളുകളാണോ നിങ്ങൾ? അവിടെയുള്ള യഹൂദികളുടെ മൗലയാണോ നിങ്ങൾ? കാലൂർ പറഞ്ഞു, അതെ, അവർ തന്നെയാ ഞങ്ങൾ. ആ സന്ദർഭത്തിൽ റസൂൽ അവരോട് ചോദിക്കുകയാണ്, അഫലാ തജ്ലിസൂന ഉകല്ലിംകും, നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ അവർ പറഞ്ഞു, ബലാ, തീർച്ചയായും നമുക്ക് സംസാരിക്കാമല്ലോ, എന്താണ് കുഴപ്പം? ഫജലസൂ മഅഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ ദീനെക്കുറിച്ച് പറയുകയാണ്. ഫദഅഹും റസൂലുള്ളാഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയാണ് അവരെ. വഅറള അലൈഹിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വതല അലൈഹിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. പടച്ചവന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാർ ജീവിതത്തിൽ ആദ്യമായി ഖുർആൻ കേൾക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറകത്തായ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ അക്ഷരങ്ങളും ഖൽബ് കൊണ്ട് അവരെ തടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരുന്നു. പ്രവാചകന്റെ കൈ ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്നാ ഖദ് തറക്കനാ ഖൗമക ഖൗമനാ വലാ ഖൗമിൻ ബൈനഹും മിനൽ വദാവത്തി വശരിമാ ബൈനഹും, ഞാൻ വരുന്ന നാട് അതേ ശത്രുതയിലും പകയിലുമാണ് ജീവിക്കുന്ന നാടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വഴിയോ നിലവാരമോ അവർക്കറിയാത്തത് കൊണ്ട് തന്നെ പരസ്പരം തല്ലി ജീവിക്കുന്ന ജനതയാണ്. തീർച്ചയായും നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ അതെന്റെ ചിന്തയിലേക്ക് കടന്നു ചെന്നപ്പോ, അതെന്റെ കൽബിലേക്ക് ഇറങ്ങിയപ്പോ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, പക്ഷേ താങ്കളെ കൊണ്ട് അല്ലാഹു അവരെ ഒരുമിപ്പിച്ചേക്കാം. സനഖദിമു അലൈഹിം ഫനദഉഹും ഇലാ അംരിക, തീർച്ചയായും ഓ വ്യക്തിത്വമേ, ഓ മഹാനെ, കാരണം ആ സമയത്ത് റസൂൽ അവർക്ക് കൂടുതൽ അറിയില്ല. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ആ ജനത വന്നേക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ആ സമൂഹം നിങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ആ സമൂഹം നിങ്ങളെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ പ്രതാപിയായ വേറൊരാളും ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരനക്കം പോലെ തോന്നുകയാണ്. ഞാനൊന്ന് പോകട്ടെ എന്റെ നാട്ടിലേക്ക്, അടുത്ത കൊല്ലം നമുക്കൊന്നുകൂടി കാണണമെന്ന് ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവർ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ആ സംഘം റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞു പോവുകയാണ്. ആ സംഘം പോയി പിന്നെ അവരെ കുറിച്ച് വിവരമില്ല. ഒരു കൊല്ലം കഴിയുകയാണ്, അടുത്ത വർഷം വരികയാണ്, ഹജ്ജിന്റെ സമയമാവുകയാണ്. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി അവർ നടക്കുകയാണ്. എവിടെ വിനയുടെ ഭാഗത്ത് ഹജ്ജിന്റെ മൗസിമുകളിൽ ആ ഭാഗങ്ങളിൽ ഇങ്ങനെ മുഹമ്മദ് നബിയെ തേടി നടക്കുകയാണ്. അപ്പോൾ 12ഓളം ആളുകളുണ്ട്. ആ 12ഓളം ആളുകളുമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കണ്ടുമുട്ടി കഴിഞ്ഞ കൊല്ലം സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു. മെല്ലെ മെല്ലെ ഞങ്ങളുടെ നാട്ടിൽ ഈ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു എന്നുള്ള വിവരം റസൂലുള്ളാഹിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൈപിടിച്ച് പ്രവാചകൻ പറഞ്ഞു, തആലൂ ബൈഉനി അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, അതെ, ഞാനുമായി ബൈഅത്ത് ചെയ്യാൻ ഒരുക്കമുണ്ടോ? ഇനി ഒരിക്കലും ശിർക്ക് ചെയ്യില്ലെന്ന്, വലാ തശ്രികൂ, മോഷ്ടിക്കില്ലെന്ന്, വലാ തസ്നൂ, വ്യഭിചരിക്കില്ലെന്ന്, വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങൾ മക്കളെ കൊല്ലില്ല എന്ന്, അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ബുഹ്താനുമായി കള്ളവാർത്തകളുമായി ഊരിട്ടില്ല എന്ന്, വലാ തഅസൂനി ഫീ മഅറൂഫിൻ, ഒരു നന്മ കൽപ്പിച്ചാൽ അതിനെതിരെ ചെയ്യില്ല എന്ന്, വമൻ വഫാ ബികും ഫജ്റുഹു അലല്ലാഹ്, ഞാനുമായി ചെയ്ത കരാറുകൾ പാലിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ബൈഅത്ത് ചെയ്യാനുണ്ടോ? ആ സംഘം പറയാണ്, തീർച്ചയായും പ്രവാചക, ഞങ്ങൾ ബൈഅത്ത് ചെയ്യാൻ ഒരുക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് 12ഓളം ചെറുപ്പക്കാർ മുഹമ്മദ് നബിക്ക്
ചെയ്യുകയാണ്, ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല, ഇനി ഞങ്ങൾ മോഷ്ടിക്കില്ല, ഇനി ഞങ്ങൾ വ്യഭിചരിക്കില്ല, ഇനി ഞങ്ങൾ ബഹുത്താനുമായി യോജിച്ചിട്ടില്ല, ഇനി ഒരിക്കലും പ്രവാചകൻ നന്മ കൽപ്പിച്ചാൽ ഞങ്ങൾ അതിനെ പ്രവർത്തിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്ത് 12ഓളം ആളുകൾ തിരിച്ചു പോവുകയാണ്. 20 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഉള്ളു നടക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. തീർച്ചയായും ഈ യത്രിബിന്റെ മണ്ണിൽ, ഈ ഖസറജ് ഗോത്രത്തിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം പറയുന്ന ഒരു കേന്ദ്രം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അതിനെവിടെയാ കേന്ദ്രം ഉണ്ടാക്കാൻ കഴിയുക? എവിടെയാണ് പറമ്പുണ്ടാവുക? എവിടെയാണ് സ്ഥാനം ഉണ്ടാക്കുക? അദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അദ്ദേഹം കിടക്കുന്ന അദ്ദേഹത്തിന്റെ ബെഡ്റൂം ആരോടും ചോദിക്കേണ്ടതില്ലെന്ന് ഓഫീസാക്കാൻ. അങ്ങനെ അദ്ദേഹം തന്റെ ഓഫീസായി, തന്റെ ബെഡ്റൂം തന്നെ മദീനയിലെ ആദ്യത്തെ ഓഫീസായി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ആളുകളോട് എങ്ങനെയാ പറയുക? 1-2 ദിവസങ്ങളിൽ, ഏതാനും മണിക്കൂറുകളിൽ മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഹ്ലുൽ കിതാബ് വേദം അറിയുന്ന ആളുകളടക്കമുള്ള മദീനയിലെ ആളുകളോട് ഇത് പറയാൻ പോയാൽ തിരിച്ചൊരു ചോദ്യം വന്നാൽ മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ആളവിടുകയാണ്. നബിയെ, ഒരാളെ താങ്കൾ ഈ ദഅവത്ത് നടത്താൻ ആളുകൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്ന ഒരു ദാഴിയെ എനിക്ക് വിട്ടുതരാമോ? അദ്ദേഹത്തിന് താമസിക്കാൻ ഇടമുണ്ട്, ഓഫീസുണ്ട്, എന്റെ വീടാണ്, എന്റെ ബെഡ്റൂമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെലവ് ഞാൻ വഹിച്ചുകൊള്ളാം, അദ്ദേഹത്തിന്റെ അക്കോമഡേഷൻ ഞാൻ വഹിച്ചുകൊള്ളാം. ഒരാളെ പറഞ്ഞു വിടുമോ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിടുകയാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യനായ പ്രതിഭയായ ഇസ്ഹാഖ് ഇബ്നു ഉമൈർ എന്ന ആ സ്വഹാബി ഉഹുദിന്റെ ഭൂമിയിൽ മരിച്ചു വീഴുന്ന നേരത്ത് കഫൻ പടവ് പോലും തടയാതെ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഇസ്ഹാഖ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആ പണ്ഡിതനെ റസൂലുള്ളാഹി പറഞ്ഞു വിടുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ വരികയാണ്, ആ വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന നേരത്ത് ഈ ചെറുപ്പക്കാരൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ്, ഓരോരുത്തരെ കൊണ്ടുവരികയാണ്. അവരുമായി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ദിനങ്ങൾ കഴിയുകയാണ്, ദിവസങ്ങൾ കഴിയുകയാണ്, ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. അവസാനം മഹാനായ റളിയല്ലാഹുവിന്റെ പ്രബോധനത്തിൽ ആ നാട്ടിലെ ഓരോരുത്തരും മുസ്ലിങ്ങളായി മാറി. ആ ചെറുപ്പക്കാരന്റെ വീട് മതിയാകാതെ വന്നു. അവിടെ അറിയപ്പെട്ട ഒരു വലിയ തോട്ടമുണ്ടായിരുന്നു, ഈത്തപ്പനത്തോട്ടം. അവിടുത്തെ അറിയപ്പെട്ട ഒരാളുടെ തോട്ടമാണ്. പിന്നീട് അവിടെ ഒരു ദിവസം മീറ്റിംഗ് കൂടാൻ അവർ തീരുമാനിച്ചു. ആ തോട്ടത്തിലേക്ക് വലിയൊരു ജനാവലി വന്നെത്തുകയാണ്. ആ സന്ദർഭത്തിലാണ് ഖസറജ് ഗോത്രത്തിന്റെ തലവനായ സഅദ് ഇബ്നു മുആദ് എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് ചരിത്രം സൃഷ്ടിച്ച ഇതിഹാസ പുരുഷനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ ഖസറജ് ഗോത്രത്തിന്റെ തലവനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ചെന്നിട്ട് പറയാണ്, നിന്റെ കുടുംബക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, അവൻ എന്തൊക്കെയോ ആളെ കൂട്ടുന്നുണ്ട്, എന്തെല്ലാമോ അവന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, ഇപ്പോൾ അവൻ ഇന്ന തോട്ടത്തിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അവനെ പിടിച്ചാൽ കാര്യം നടക്കും, അല്ലെങ്കിൽ നാട് തന്നെ കുട്ടിച്ചോറാകുമെന്ന് ഒരു ബുദ്ധി പോയി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുകയാണ്. കൂടെ വേറൊരാളുണ്ട്, അയാളുടെ കയ്യിൽ വലിയൊരു വടിയൊക്കെ പിടിച്ച് ആ ചെറുപ്പക്കാരനെയും പുതിയ സംഘത്തെയും അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് നേരെ ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ ഈ ചെറുപ്പക്കാരൻ വളരെ ബുദ്ധിപരമായിട്ട് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അങ്ങോട്ട് വന്ന് നിങ്ങളെ കാണാനിരുന്നതാണ്, ഈ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഏതായിരുന്നാലും എന്തെങ്കിലും കുറച്ചു കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ടോ? ഉടൻ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിക്കുകയാണ്, കൂടെയുള്ള ആള് അടിക്കാൻ ഒഴുകുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഈ വ്യക്തി ചെറുപ്പക്കാരൻ പറയാണ്, അടങ്ങുമോ, കുറച്ചു നേരം ഒന്ന് സംസാരിക്കുമോ, മാന്യത കാണിക്കുമോ, സംസാരിച്ച് പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാക്കാം, പറ്റുമെങ്കിൽ സ്വീകരിക്കാമല്ലോ എന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളെ അടക്കി നിർത്തിയിട്ട് എന്താണ് പറയാനുള്ളത്, ആരെയാണ് കാണാനുള്ളത്? സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയിട്ട് മഹാനായ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ എത്തി കൊടുക്കുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുകയാണ്, വിശുദ്ധ ദീനിന്റെ വചനാമൃതങ്ങൾ കേൾക്കുകയാണ്. ഉടൻ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവസാനം സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിർത്തിയപ്പോൾ കണ്ണ് നനഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകം, ഇത് സ്വീകരിച്ചില്ലെങ്കിൽ, ഇത് ഉൾക്കൊണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഉൾക്കൊള്ളാനാണ്? ഇതിലും മഹത്തരമായ മറ്റെന്താ ഉള്ളത്? അതുകൊണ്ട് തന്നെ ഈ ഗോത്രത്തിന്റെ തലവനായ ഖസറജ് ഗോത്രത്തിന്റെ നേതാവായ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടതുകൊണ്ട് ഈ ഗോത്രം ആ ഗോത്രം നിങ്ങൾക്കെതിരാ
ദുനിയാവില്ല, നിങ്ങളെ ഈ നാടിന് വേണം, ഈ സമൂഹത്തിന് വേണം, ഈ ആദർശം ഈ നാട്ടിൽ വേണം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് റസൂലുള്ളാഹിയെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ അവസ്ഥയെ കുറിച്ച്. വിശകലനം പറയാണ് അവിടെ അങ്ങകലെ മക്കയുടെ മലർവാടിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഉടൻ തന്നെ അതേ ആ കൂട്ടം, ആ ആൾക്കൂട്ടം അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് മക്കയുടെ മലമടക്കുകൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചും അടികൊണ്ടും പ്രയാസപ്പെട്ട് കഴിയുമ്പോ സ്വന്തം കുടുംബത്തിൽ മക്കളോടൊപ്പം സുഖജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണ്, പ്രവാചകനെ ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ്. ഉടൻ തന്നെ അവർ തീരുമാനത്തിലെത്തുകയാണ് പ്രവാചകനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ അടുത്ത വർഷമാകുന്നു, നബുവത്തിന്റെ 13ാം കൊല്ലമാകുന്നു, ഹജ്ജിന്റെ സമയമാകുന്നു. ആ സന്ദർഭത്തിൽ ഇതാ വരുന്നു മദീനയിൽ നിന്ന്, അഥവാ അന്നത്തെ യഥ്രിബിൽ നിന്ന് 12 പേരല്ല, 15 പേരല്ല, അതല്ലെങ്കിൽ 25 പേരല്ല, 73 പേരോളം അടങ്ങുന്ന ആണും പെണ്ണും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇതാ മക്കത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടുകയാണ്, വലിയൊരു സംഘം ഇതാ മക്കയിൽ എത്തിയിട്ടുണ്ട് മുഹമ്മദ് നബിയോട് സംസാരിക്കാൻ, പ്രവാചകനെ കൊണ്ടുപോകാൻ, മദീന അല്ലെങ്കിൽ യത്രിബ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ഒരു സംഘം വന്നു എന്നറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യനായ അബ്ബാസ് എന്നവരെ വിളിച്ചു പറയുകയാണ്, ഉപ്പാ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ? അന്ന് അബ്ബാസ് മുസ്ലിമല്ല, വിശ്വാസിയല്ല, നേരെ മറിച്ച് ഖുറൈശികളായ ആളുകളുടെ വിശ്വാസം ജീവിക്കുന്ന ആളാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോ ആ മകനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആ പിതൃവ്യൻ പറയാണ് തീർച്ചയായും വരാം. എന്തിനാ വരുന്നത്? അപ്പോഴാ റസൂൽ പറയുന്നത് 73ഓളം വരുന്ന ആളുകൾ അങ്ങ് യത്രിബിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങാകട്ടെ യത്രിബിൽ ബിസിനസ് നടത്തുന്ന ആളാണല്ലോ, കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു പലിശക്കാരനാണ്, പലിശക്ക് പണം കൊടുക്കുന്ന ആളാണ്, അപ്പൊ ബിസിനസ്സുകാരുമായി ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ അവരിങ്ങോട്ട് വരുമ്പോ തീർച്ചയായും ഏതെങ്കിലും നിലയ്ക്ക് ഇടപാടുള്ള ആളുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോ എന്നെ കുറിച്ച് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അവരേതെങ്കിലും തന്ത്രം ഉപയോഗിക്കുകയാണോ എന്നൊക്കെ മനസ്സിലാക്കാനും വരുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ബാസ് അവർ കൂടെ പോവുകയാണ്. കൂടെ പോയിട്ട് 73 അംഗങ്ങളടങ്ങുന്ന സംഘത്തെ പോയി നോക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ നോക്കിയിട്ട് പറയുന്നു, ഇവരെ ആരെയും എനിക്കറിഞ്ഞുകൂടാ, ഇവരൊക്കെ ചെറിയ മക്കളാണ്, ചെറുപ്പക്കാരാണ്, അവിടുത്തെ വലിയ വലിയ പ്രമാണിമാരും കാരണവന്മാരുമാണ് എന്റെ പരിചയക്കാർ, ഇവരൊക്കെ ചെറിയ കുട്ടികളാണല്ലോ, ഇവരൊക്കെ പ്രായം കുറഞ്ഞ യുവാക്കളാണല്ലോ, ഇവരെ എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല അവരോട് പറയുകയാണ്, എന്തെങ്കിലും കുതന്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്റെ മകനെ കൊണ്ടുപോയി അപകടത്തിൽ പെടുത്തിയാൽ അതിന്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇനി അതല്ല സുരക്ഷിതമായിട്ടാണെങ്കിൽ കൊണ്ടുപോകാം, ഇനി അതല്ല എന്തെങ്കിലും വഞ്ചന നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും കാപട്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്റെ മകനെ ഇവിടെ വിട്ടേക്കണമെന്ന് മഹാനായ അബ്ബാസ് എന്നവരുടെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം മുഴുവൻ കേട്ട ആ 73 സംഘത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരികയാണ്. ആ കൂട്ടത്തെ മകനെ മാറ്റി മുന്നോട്ട് വന്ന് നിന്നിട്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അബ്ബാസ് എന്നവരെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു, ഞങ്ങൾ കേട്ടു, പക്ഷേ നിങ്ങളോടല്ല ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിയുകയാണ്. മുഹമ്മദ് നബിയോട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫഖുൽ ലിനഫ്സിക വലിറബ്ബിക മാ അഹബബ്ത യാ റസൂലല്ലാഹ്. നബിയേ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരികയല്ല റസൂലേ, നേരെ മറിച്ച് ഫഖുൽ ലിനഫ്സിക വലിറബ്ബിക മാ അഹബബ്ത, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന്, ഞങ്ങളുടെ പാടത്തിൽ നിന്ന്, പറമ്പത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് താങ്കൾക്കും താങ്കളുടെ റബ്ബിനും ആവശ്യമുള്ളത് മുഴുവനും എടുത്തുകൊള്ളുക, ചോദിക്കേണ്ടതില്ലാത്തതിനും എടുത്തുകൊള്ളുക. താങ്കൾക്കും താങ്കളുടെ റബ്ബിനും ആവശ്യമുള്ളത് എന്താണോ അത് മുഴുവനും തരാൻ ഞങ്ങൾ റെഡിയാണ്. അത് ഞങ്ങളോട് ചോദിക്കുക പോലും വേണ്ട, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ രംഗം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കോറിയിട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്തു, ഇന്നല്ലാഹു ഇസ്തറാ മിനൽ
المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. الله പ്രഖ്യാപിക്കുകയാണ് ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സ്വർഗ്ഗം അവർക്ക് കൊടുക്കാമെന്ന കരാറിൽ അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അല്ലാഹു വിലക്കെടുത്തു പോയി. അവർ കൊടുത്തതാണ്. താങ്കൾ എടുത്തുകൊണ്ട് പോയിക്കോ നബിയേ, താങ്കൾക്ക് എത്ര വേണം, താങ്കൾ റബ്ബിന് എന്ത് വേണം എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആ ജനതയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അല്ലാഹു വിലക്ക് വാങ്ങിപ്പോയി. അവർക്ക് സ്വർഗ്ഗം കൊടുക്കാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതിയ ഒരു കവാടം തുറന്നു കിട്ടിയത്, മദീനത്തേക്കുള്ള കവാടം തുറന്നു കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിലും ആ പോകുന്ന പോക്കിൽ പോലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ചെറുതല്ല. അത് മുഴുവനും തൗഹീദിനു വേണ്ടിയാണ്. അത് മുഴുവനും അതേ ഈ പറയുന്ന തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രകാശനം നടത്തിയതിന്റെ പേരിലാണ്. ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കുമ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടി വരികയാണ്. ഓരോ വിശ്വാസികളും കൂടി വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ മഹത്വം അവർ ഉൾക്കൊള്ളുകയാണ്. മഹാനായ അംർ ബിൻ നുഫൈൽ, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. എന്ന് മാത്രമല്ല ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അവർ ഉറക്കെ പറയുകയാണ്, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമതിൽ ഉമൂറു. ഒറ്റ റബ്ബാണോ അതല്ല പല ദൈവമാണോ? ഒരു പ്രകൃതിന് വിധി പറയാൻ സ്വീകരിക്കുമ്പോ പല ആളുകളെയാണോ നല്ലത്, അതല്ല ഏകനായ റബ്ബിനെയാണോ? അതുകൊണ്ട് അസിൽതുൽ ജിന്ന വൽ ജിന്നാന അന്നി കദാലിക യഫ്അലുൽ ജദ്ദുസ് സബൂറു. ഇതുവരെ ഞങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധികളിൽ ജിന്നുകളോടാ പറഞ്ഞിരുന്നത്, ജിന്നുകളോട് പിശാചുക്കളോടൊക്കെയാ തേടിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ഞങ്ങൾക്ക് ഒരു ജിന്നും വേണ്ട, ഞങ്ങൾ സർവ്വ ജിന്നുകളെയും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മുൻകാലഘട്ടങ്ങളിൽ വേദം സ്വീകരിച്ച ആളുകൾ, അതേ വേദത്തിന്റെ അനുയായികളായ ആളുകൾ ആ തൗഹീദുള്ളവരായിരുന്നു. അതുകൊണ്ട് ഒരു വിഗ്രഹവും ഞങ്ങൾക്ക് വേണ്ട, ബനു അംറിന്റെ ഒരു ദൈവവും ഞങ്ങൾക്ക് വേണ്ട, എന്ന ദൈവവും ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഈ പറയുന്ന കള്ളദൈവങ്ങളെ മുഴുവനും, ഗോത്രദൈവങ്ങളെ മുഴുവനും, കുലദൈവങ്ങളെ മുഴുവനും, പിശാചുക്കളെ മുഴുവനും, ജിന്നുകളെ മുഴുവനും അസിൽത്തു ഞങ്ങൾ വലിച്ചെറിയുകയാണ്. റഹ്മാനായ ഏകനായ റബ്ബിനെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഞങ്ങൾ റബ്ബ് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും വിട്ടുകളയാത്ത സർവ്വസമയത്തും സംരക്ഷകനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ആ റബ്ബിലേക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ തൗഹീദിന്റെ വാഗ്ദാക്കളായി ഞങ്ങൾ നീങ്ങുകയാണ്. ആ ഒരു തൗഹീദിൽ അവർ ഉറപ്പിച്ചു നിൽക്കുകയാണ്. പല തന്ത്രങ്ങളും അവിടെ നടക്കുകയാണ്. ഒറ്റ വാക്കിലുള്ള പറഞ്ഞതാണിത്. നിങ്ങളെ കൊണ്ട് അവർ കുതന്ത്രം ഉദ്ദേശിച്ചില്ലയോ? അവിശ്വാസികളായ നന്ദി കെട്ടവർ നിങ്ങളെ കൊണ്ട് കുതന്ത്രം ആഗ്രഹിച്ചില്ലയോ? അതേ നിങ്ങളെ പുറത്താക്കാൻ, നിങ്ങളെ കൊല്ലാൻ, നിങ്ങളെ അടിക്കാൻ, നിങ്ങളെ അതേ ഗളച്ഛേദം നടത്താനൊക്കെ അവർ ആഗ്രഹിച്ചില്ലയോ? കുതന്ത്രം പറഞ്ഞില്ലയോ? അവർ തന്ത്രം പ്രയോഗിച്ചപ്പോഴെല്ലാം, അവർ കുതന്ത്രം നടത്തിയപ്പോഴെല്ലാം അല്ലാഹു തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹുവാണ് ഏറ്റവും
നല്ല തന്ത്രശാലി എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലയോ? കാരണം അവസാന നിമിഷം വരെ മക്കയിൽ നിന്ന് പുറപ്പെടുന്ന നേരത്തും മദീനയിലേക്ക് പോകുന്ന നേരത്തും നാട് വിടുന്ന നേരത്തും അഭയാർത്ഥിയാകാൻ പോകുന്ന നേരത്തും അവരെ ആക്രമിക്കുകയാണ്, ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അവസാനം പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം ഇങ്ങനെ പോയിട്ട് തൗബയുടെ ഉള്ളിൽ കയറി നിൽക്കുമ്പോ അവിടെ പോലും പ്രവാചകൻ പോകുന്ന പോകിൽ അവിടെ പോലും കൊല്ലാൻ പ്രവാചകന്റെ തലയെടുക്കാൻ ഒട്ടകം കൊതിച്ച് 1000-100ഓളം ഒട്ടകം കൊതിച്ച് പ്രവാചകന്റെ തലക്ക് മീതെ വന്നില്ലയോ? വിശുദ്ധ ഖുർആൻ ആ രംഗത്തെ സംബന്ധിച്ച് പറഞ്ഞില്ലയോ? ഇല്ലാ തൻസുറൂ ഫഖദ് നസറഹുല്ലാഹ്. ഓ മക്കക്കാരെ, നിങ്ങൾ മുഹമ്മദ് നബിയെ സഹായിച്ചില്ലെങ്കിലും ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചു. ഇത് അഖറജഹുൽ ലദീന കഫറൂ. അവരിതാ മുഹമ്മദ് നബിയെ പുറത്താക്കിയ നേരത്ത് തൗബയുടെ ഉള്ളിൽ പോലും പ്രവാചകൻ ഇതാ കിഴക്കിന്റെ ചക്രവാളത്തിൽ അരുണോദയം ഉണ്ടാകുന്ന നേരത്ത് പ്രകാശം പരക്കുമ്പോ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ ആ തൗബയുടെ ഉള്ളിൽ വിളിച്ചു നിൽക്കുന്ന നേരത്ത് തലക്ക് മീതെ ഒരു പിടിച്ച വാളുമായി വന്ന് നിൽക്കുന്ന ഖുറൈശികൾ, ആ ഖുറൈശികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹക്കുള്ളിൽ നിന്നുകൊണ്ട് കാണുകയാണ്. അവിടെ വെച്ച റസൂലുള്ളാഹിയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം പറയുകയാണ്, ഓ നബിയേ, ലൗ അന്ന അഹദഹും, അവരിലേതെങ്കിലും ഒരുത്തൻ നദറ ഇലാ തഹത ഖദമൈഹി, അവൻ താഴേക്കൊന്ന് നോക്കിയാൽ, കാൽ ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ, ലഅബ്സറനാ, അവർ നമ്മെ കാണില്ല പ്രവാചക, നമ്മളിതാ അവരുടെ കാൽ ചുവട്ടിലാണല്ലോ എന്ന് ആ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് വിറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയുമ്പോ അവിടെ വെച്ച് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം, മവന്നുക യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താണ് കരുതിയത്? ബിസ്നൈനില്ലാഹു താലിബുഹുമാ, ഇവിടെ രണ്ടുപേരല്ല മൂന്നാമനായി അള്ളയുണ്ട് എന്ന് കൂട്ടുകാരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം പോലും വിശുദ്ധ ഖുർആൻ അല്ലാഹു എടുത്തു വെച്ചില്ലയോ? ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ആ ഗുഹക്കുള്ളിലായ നേരത്ത് ഇത് യഖൂലു ലിസ്വാഹിബിഹി, തന്റെ കൂട്ടുകാരൻ പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞില്ല? തഹസൻ ഇന്നല്ലാഹ മഅനാ, തലക്ക് മുകളിൽ ഉരുപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഉണ്ടായേക്കാം, പക്ഷേ ലാ തഹസൻ, ഓ അബൂബക്കറെ നീ ഭയപ്പെടേണ്ട, നീ ക്ലേശിക്കണ്ട, കാരണം ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹുണ്ട്, റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു വഅയ്യദഹു ബിജുനൂദിൻ ലം തറൂഹാ, ആ നേരത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിലും തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുകയാണ്. അവർ കാണാത്ത സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, നികട്ട വിശ്വാസത്തിന്റെ കുഫറിന്റെ സർവ്വബാധകതകളെയും അത് ഏറ്റവും വലിയ പതനത്തിൽ, ഏറ്റവും വലിയ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുവാൻ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, തൗഹീദിന്റെ കലിമത്തിനെ ഉയർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സൈന്യത്തെ അവിടെ ഇറക്കുകയാണ്, സമാധാനം അവിടെ ഇറക്കുകയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അഥവാ അവസാന സമയത്ത് പോലും, അവസാന നിമിഷത്തിൽ പോലും ആ രൂപത്തിൽ പ്രതിസന്ധികൾ നേരിട്ട് തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നത്. ഭീതിതമായ സാഹചര്യം താണ്ടിക്കടന്ന് മക്കയുടെ ബൗണ്ടറി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്രിബിലെ ഖുബാ പള്ളിയുടെ സമീപത്തേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷാന്തം കൊണ്ട് ലോകത്തിന്റെ നേതാവായി, മദീനയുടെ രാജാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ്. 13 കൊല്ലത്തെ കട്ടപ്പാടുകളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ ഭാണ്ഡം പേറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ ബൗണ്ടറിയിലേക്ക് കടക്കുമ്പോ, യത്രിബിലേക്ക് കടക്കുമ്പോ ആവാലവൃദ്ധം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പന ഈത്തപ്പനയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, വീടുകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, കുന്നിൻ ചെരുവിൽ കയറി നിന്നുകൊണ്ട് വലിയൊരു പുരുഷാരം സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ നേതാവിനെ. من سريات الوداع وجب الشكر علينا مع دلال الله داعي. ഇനി ജീവിക്കുന്ന കാലമത്രയും ഞങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ അത് അർഹമാകുന്ന രൂപത്തിൽ വലിയ നിഅമത്താണല്ലോ, ആ പൂർണ്ണചന്ദ്രനാണല്ലോ ഞങ്ങൾ കുതിച്ചത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച ഒരു വലിയ പുരുഷാരം. മിൻ നഫ്സി മിൻ
ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നബിയെ നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയുന്ന വലിയൊരു പുരുഷാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനത്ത് സ്വീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുമ്പോ എല്ലാം അവിടെ റെഡിയാണ്. അവിടെ ജുമാ കഴിഞ്ഞിരിക്കുന്നു. നബി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ജുമാ കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം ജമാഅത്തായി സംഘടിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നതിന് മുമ്പ് തന്നെ പള്ളിക്ക് സ്ഥലം കണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഗോത്രങ്ങളും നാടുകളും ഒക്കെ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ ചോദിക്കുകയാണ്, എവിടെ പോയയാൾ? മക്കയുടെ മലർവാടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ കൈപിടിച്ച 20കാരന് ഇന്ന് 23 വയസ്സായിരിക്കുന്നു. എവിടെ പോയയാൾ ചോദിക്കുകയാണ്. ആളുകൾ പരതുകയാണ്, എവിടെ പോയയാൾ? പോയി നോക്കുമ്പോ അങ്ങനെ വെള്ളം കോരാൻ പോയതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് കടന്നു വരുന്ന നേരത്ത് ആ ചെറുപ്പക്കാരൻ, ആ സംഘാടകൻ വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിപ്പടരുകയാണ്. കാരണം മദീന, അതേ യത്രിബ് എന്ന് പറയുന്ന ആ പ്രദേശം അവിടെ മുഴുവൻ ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നടന്നിരിക്കുന്നു. ആ ജുമാക്ക് പോലും നേതൃത്വം നൽകിയത് ഈ ചെറുപ്പക്കാരനാണ്. പള്ളി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പള്ളിക്ക് സ്ഥലം കണ്ടെത്തിയത്, തന്റെ കയ്യിലുണ്ടായിരുന്ന യതീമായ 2 മക്കളുടെ സ്ഥലം പള്ളിക്ക് വേണ്ടി കണ്ടു മാറ്റി വെച്ചത് ആ ചെറുപ്പക്കാരനായിരുന്നു. ആ നാട്ടിലേക്ക് തന്റെ വീട് ഓഫീസാക്കിയിട്ട് ആദ്യമായി ഉസ്താദിനെ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനായിരുന്നു. ആ മദീനയിലെ ആദ്യത്തെ ഇസ്ലാമിക് സെന്റർ തന്റെ വീട്ടിൽ സ്ഥാപിച്ചത് ആ ചെറുപ്പക്കാരനായിരുന്നു. മഹാനായ സഅദ് ഇബ്നു മുആദ്, ഹസ്റജ് ഗോത്രത്തിന്റെ തലവനായ സഅദ് ഇബ്നു മുആദിനെ മുസ്ലിമാക്കിയ ആ ചെറുപ്പക്കാരനായിരുന്നു. ആ സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴല്ലേ ആകാശ ലോകത്തിൽ നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നത്. ആ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, റഹ്മാനായ റബ്ബിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു എന്ന് പറഞ്ഞത് ആ സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴല്ലേ. ആ സഅദ് ഇബ്നു മുആദ് അടക്കമുള്ള മദീനത്തെ അൻസ്വാറുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ആ ചെറുപ്പക്കാരനായിരുന്നു. ആ സ്വഹാബിയുടെ പേര് പറയൂ. ആ സ്വഹാബി ആരെന്ന് അറിയോ? ആ സ്വഹാബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ രൂപത്തിൽ മദീന ഒരുക്കിയ ഒരാള്, ചെറുപ്പക്കാരൻ, 23 വയസ്സുണ്ടായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പലയിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പലർക്കും അദ്ദേഹത്തെ കുറിച്ച് വലിയ പരിചയമില്ല. അദ്ദേഹത്തിന്റെ പേരാണ് അസ്അദ് ഇബ്നു സുറാറ എന്ന് പറയുന്ന മനുഷ്യൻ. അസ്അദ് ഇബ്നു സുറാറ എന്ന് പറയുന്ന മനുഷ്യൻ അബൂബക്കറിനെ കുറിച്ച് കേട്ട നമ്മൾ, ഉമറിനെ കുറിച്ച് കേട്ട നമ്മൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ട നമ്മൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ട നമ്മൾ, അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ട നമ്മൾ, അതുപോലെ തന്നെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ട നമ്മൾ, പലപ്പോഴും കേൾക്കാതെ പോയ ഒരു ചെറുപ്പക്കാരനാണ് അസ്അദ് ഇബ്നു സുറാറ എന്ന് പറയുന്ന മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വെറും 20 വയസ്സിൽ തുടങ്ങി 23ാമത്തെ വയസ്സിൽ തന്റെ മിഷൻ പൂർത്തിയാക്കിയ മനുഷ്യനാണ് മഹാനായ സഅദ് ഇബ്നു സുറാറ. അദ്ദേഹത്തെ കേൾക്കാതെ പോയതെന്നറിയുമോ? 23 വയസ്സിൽ അദ്ദേഹം തന്റെ മിഷൻ പൂർത്തിയാക്കി മക്കത്ത് വെച്ച് പ്രവാചകന്റെ കൈപിടിച്ച് പറഞ്ഞില്ലേ, എന്റെ നാട്ടിലെ രാജാവാക്കും നബിയെ നിങ്ങൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാന നിങ്ങളാകുന്ന ഒരു ദിവസം വരും നബിയെ, എന്റെ നാട്ടിൽ നിങ്ങൾ രാജാവാകുന്ന ദിവസം വരും നബിയെ എന്ന് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട പ്രവാചകന്റെ കൈപിടിച്ച് പറഞ്ഞ ആ ദിവസം മുതൽ നിരന്തരമായി പണിയെടുത്ത് 3 കൊല്ലം കൊണ്ട് ഒരു നാടൊരുക്കി ആ നാട്ടിൽ സിംഹാസനമിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ രാജാവാക്കി കൊണ്ടുവന്ന ആ അസ്അദ് ഇബ്നു സുറാറ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ, ആ പ്രഗൽഭനായ യുവാവായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ നേരത്ത് അതേ പ്രവാചകനെ കണ്ടു. പ്രവാചകൻ അണച്ചു പിടിച്ചു, പ്രവാചകൻ സ്വീകരിച്ചു. പക്ഷേ പ്രവാചകൻ മദീനയിലേക്ക് വന്ന് 9 മാസം കഴിഞ്ഞപ്പോൾ ആ സ്വഹാബി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർവഹിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ദൗത്യം, അത് അല്ലാഹുവിന്റെ റസൂലിനെ രാജാവായി വാഴിക്കുക എന്ന ആ ദൗത്യം വളരെ കൃത്യമായി പൂർത്തീകരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് 9 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്.